ജാഗ്രത തുടർന്ന് കേരളം. കേന്ദ്ര സംഘം ഇന്ന് മലപ്പുറത്തെത്തും. രാവിലെ 9 മണിക്ക് അവലോകന യോഗം ചേരും. കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച 14-കാരന് രോഗമുക്തി. കുട്ടി ഇന്ന് ആശുപത്രി വിടും. ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ 7ാം ദിനത്തിലേക്ക്. ഗംഗാവലി പുഴയിലെ മൺകൂനയിൽ തിരച്ചിൽ. രക്ഷാപ്രവർത്തനത്തിന് വേഗം പോരുന്ന അർജുന്റെ കുടുംബം. അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. മഴവന്നൂർ പുളിന്താനം പള്ളികൾ ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറാൻ പോലീസ്. സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ പോലീസ് സംഘം പള്ളികളിൽ ക്യാമ്പ് ചെയ്യുന്നു. പള്ളിക്കുള്ളിലും സമീപത്തും നിലയുറപ്പിച്ച് യാക്കോബയ സഭാ വിശ്വാസികളും. തൃശൂർ പുച്ചട്ടിയിൽ കൊലക്കേസ് പ്രതിയെ 3-അംഗ സംഘം വെട്ടിക്കൊന്നു. കൊല്ലപ്പെട്ടത് നടുത്തറ സ്വദേശി സതീഷ്. പ്രതികൾ പോലീസിൽ കീഴടങ്ങി. തിരുവനന്തപുരം വർക്കലയിൽ KCB വിച്ഛേദിച്ച വീട്ടിലെ വൈദ്യുതി പുനഃസ്ഥാപിച്ചു. ഉദ്യോഗസ്ഥനെത്തിയത് രാത്രി 11 മണിയോടെ. നടപടി മന്ത്രിയുടെയും MLAയുടെയും ഇടപെടലിന് പിന്നാലെ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ ഹർജികൾ സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. പരീക്ഷ റദ്ദാക്കണമെന്ന ഹർജിക്കാരുടെ വാദത്തിൽ അന്തിമ തീരുമാനം ഇന്ന്. നീറ്റ് കൌൺസിലിംഗ് നിർത്തിവെക്കണമെന്നും ഹർജിക്കാരുടെ ആവശ്യം. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് ജോ ബൈഡൻ പിന്മാറി. പിന്മാറ്റം ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിലെ ശക്തമായ സമ്മർദ്ദത്തിന് പിന്നാലെ. പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി കമല ഹാരിസിനെ നിർദ്ദേശിച്ച ബൈഡൻ. കമലയെ തോൽപ്പിക്കാൻ എളുപ്പമെന്ന് ഡൊണാൾഡ് ട്രംപ്.